2009 ഒരു കൂട്ടം ഗവേഷകർ ചേർന്നുകൊണ്ട് നമ്മുടെ സൗരയൂഥത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട ചില സിമുലേഷനുകൾ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി സജ്ജമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും അവർ ഉദ്ദേശിച്ചിരുന്നത് ഇന്ന് കാണപ്പെടുന്ന നമ്മുടെ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനചലനത്തെ അതുപോലെ നിർത്തിക്കൊണ്ട് 2000-ഓളം ചലനങ്ങൾ നടത്തി നോക്കിയതിന് ശേഷം ഏകദേശം 500 കോടി വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ സൗരയൂഥം നിലനിൽക്കുക എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു പരീക്ഷണമാണ് അവിടെ സംഭവിച്ചത്. അത്തരത്തിൽ 2000-ഓളം സിമുലേഷനുകൾ നടത്തുന്നതിൽ ഏകദേശം 1% ഈ സിമുലേഷൻ എന്ന് പറയുന്നത് ചെറിയ തരത്തിലുള്ള വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടുള്ളതായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് സൂര്യനിൽ നിന്നും ഇന്ന് ബുധൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ഗ്രഹം ചലിക്കുന്ന പാതയിൽ നിന്നും 1, 2, 3 മില്ലിമീറ്റർ മാത്രം വ്യതിയാനം വരുത്തിക്കൊണ്ട് 500 കോടി വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായിരിക്കും സൗരയൂഥം എന്നറിയാനുള്ള ശ്രമം ഗവേഷകർ നടത്തി. അത്ഭുതം എന്ന് പറയട്ടെ, സൂര്യനിൽ നിന്നുള്ള അകലം മില്ലിമീറ്റർ കണക്കിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടുള്ള സിമുലേഷനുകളിലെല്ലാം തന്നെ കുറേ കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ന് കാണുന്ന പാതയിൽ നിന്ന് തെന്നിമാറി ബുധൻ ഒന്നുകിൽ സൂര്യനിലേക്ക് പതിക്കുകയോ അല്ലെങ്കിൽ പറന്നകന്ന് ശുക്രനിൽ വന്ന് ഇടിക്കുകയോ അതുമല്ലെങ്കിൽ ഇന്നർ സോളാർ സിസ്റ്റത്തിലെ ശുക്രൻ്റെയും ഭൂമിയുടെയും ചൊവ്വയുടെയും ഒക്കെ തന്നെ പരിക്രമണ പാതയെ ബാധിക്കുന്ന വിധത്തിലുള്ള വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നതായിട്ട് ഗവേഷകർ മനസ്സിലാക്കി. അതായത് നമ്മുടെ സൗരയൂഥം ഒരു തരത്തിലുള്ളൊരു സ്റ്റെബിലിറ്റിയോടുകൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിലും അതിലെ ഗ്രഹങ്ങൾക്കുള്ള ഗുരുത്വാകർഷണ ബലത്തിൻ്റെ വ്യതിയാനവും നിലവിൽ അവ സൂര്യനെ ചുറ്റുന്നതിനുള്ള പാതയുടെ വ്യതിയാനവും ഒക്കെ നോക്കുമ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കും. ഈ ഏറ്റക്കുറച്ചിലുകൾ ചിലപ്പോൾ ഭാവിയിൽ പ്രെഡിക്റ്റ് ചെയ്യാനാകാത്ത മാറ്റങ്ങൾക്കും കാരണമാകാം എന്നുള്ളതാണ് വസ്തുത. നമ്മൾ പലരും ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നൊരു പ്രതിഭാസം കണ്ടിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ ചാവോസ് തിയറി പറയാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചെറിയൊരു ബട്ടർഫ്ലൈ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പ്രദേശത്ത് ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിക്കാൻ കാരണമാകുന്ന പ്രതിഭാസങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾക്ക് സാധിക്കും. ചെറിയ വ്യതിയാനം മതി. ഇവിടെ സൂര്യൻ്റെയും ബുധൻ്റെയും കാര്യമെടുക്കുമ്പോൾ നമ്മൾ സോളാർ സിസ്റ്റത്തിൻ്റെ പലതരത്തിലുള്ള ഭാവി പ്രവചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിമുലേഷൻ ഓടിക്കുന്ന സമയത്ത് ഈ ബുധനും സൂര്യനും തമ്മിലുള്ള അകലം എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ അതിന് നമുക്ക് ഒരു വേരിയബിൾ നടക്കാം. ഇതുപോലെ പല വേരിയബിൾസ് ഉണ്ടല്ലോ. ബുധൻ്റെ വലിപ്പം, ബുധൻ്റെ ഗുരുത്വാകർഷണ ബലം, ബുധൻ സ്വയം കറങ്ങുന്ന സമയം തുടങ്ങിയ വേരിയബിൾസ് ഉണ്ട്. ചെറിയ ഇനിഷ്യൽ കണ്ടീഷൻ, ആദ്യത്തെ ഘടനയിലുള്ള ചെറിയ വ്യതിയാനങ്ങൾ, ചെറിയ അകലത്തിൻ്റെ മാറ്റങ്ങളൊക്കെ തന്നെ പിന്നീട് അങ്ങോട്ട് പോകുന്ന സിസ്റ്റത്തെ മൊത്തത്തിൽ ബാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വലിയ വ്യതിയാനങ്ങളെക്കുറിച്ചാണ് 3 ബോഡി പ്രോബ്ലം സംസാരിക്കുന്നത്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഭൂമി വളരെ വലുതും ചന്ദ്രൻ താരതമ്യേന ചെറുതുമായതുകൊണ്ടാണ്. എന്നാൽ ബാരിസെൻറ്റർ എന്ന് കേട്ടിട്ടില്ലേ? അതായത് വലിപ്പമുള്ള 2 വസ്തുക്കൾ പരസ്പരം കറങ്ങുമ്പോൾ അവയുടെ ഗുരുത്വാകർഷണം മൂലം അവ പരസ്പരം ബൈനറി സിസ്റ്റം പോലെയാണ് കറങ്ങുക. അതായത് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുമ്പോൾ തന്നെ ഭൂമി ചെറിയ രീതിയിൽ സെൻറ്റർ ഓഫ് മാസ് വ്യതിയാനപ്പെടുത്തിക്കൊണ്ട് ചിത്രത്തിൽ കാണുന്ന പോലെ വോബിൾ ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിൽ കുലുങ്ങുന്നുണ്ട്. ഇത് തന്നെയാണ് സൗരയൂഥത്തിനും സംഭവിക്കുക. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോൾ ഭൂമി താരതമ്യേന വളരെ ചെറുതാണെങ്കിലും ഭൂമിയും സൂര്യനും പരസ്പരം ഒരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല. ഇത് നമ്മൾ തൊട്ടു മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് മിൽക്കി വേയിലൂടെ നമ്മുടെ ഭൂമിയും സോളാർ സിസ്റ്റവും സഞ്ചരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയിലാണ് ഞാനത് മെൻഷൻ ചെയ്തിരുന്നത്. അതായത് 2 അതിലധികമോ വസ്തുക്കൾ പരസ്പരം കറങ്ങുന്ന സമയത്ത് അവരുടെ സെൻറ്റർ ഓഫ് മാസും അതുമൂലമുണ്ടാകുന്ന ബാരി സെൻറ്ററും അവയ്ക്കിടയിലുള്ള പല വേരിയബിളുകളും വളരെയധികം സ്വാധീനമുണ്ടാക്കാൻ തുടങ്ങും. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു, വ്യാഴം കറങ്ങുന്നു. ഓരോ തവണ ഭൂമി സൂര്യനെ ചുറ്റുമ്പോഴും വ്യാഴം ഏകദേശം 12 വർഷത്തോളം എടുക്കും സൂര്യനെ ഒരു തവണ ചുറ്റി വരാൻ. അതായത് ഓരോ 12 വർഷം കൂടുമ്പോഴും 1 അതിലധികം തവണയോ സൂര്യനും ഭൂമിയും വ്യാഴവും ഒരേ രേഖയിൽ വരാറുണ്ട്. ആ സമയത്ത് വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഭൂമി ഇപ്പോൾ കറങ്ങുന്ന പാതയിൽ നിന്നും കുറച്ചധികം വ്യാഴത്തിൻ്റെ അടുത്തേക്ക് വലിക്കപ്പെടും. കാരണം ഒരു ഭാഗത്ത് വ്യാഴം, ഇവിടെ സൂര്യൻ, നടുക്ക് ഭൂമി. സ്വാഭാവികമായിട്ടും ഇവ ഒരേ ലൈനിൽ വരുമ്പോൾ ഭൂമിയെ വ്യാഴത്തിന് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇതിനെക്കുറിച്ച് ന്യൂട്ടൺ പണ്ട് കണ്ടെത്തിയിരുന്നു. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ന്യൂട്ടൺ ഇത് പറഞ്ഞിരുന്നെങ്കിലും എന്തുകൊണ്ട് ഭൂമി വ്യാഴത്തിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടും വളരെ സ്റ്റേബിളായിട്ട് സൂര്യനെ ചുറ്റുന്നു എന്നുള്ള ഉത്തരത്തിന് അദ്ദേഹം ഗോഡായിരിക്കാം അതിന് കാരണം, ദൈവമായിരിക്കാം അതിന് കാരണം എന്നാണ് വിശദീകരിച്ചത്. എന്നാൽ പിന്നീട് വന്ന ലാപ്ലേസ് എന്ന് പറയുന്ന ഗവേഷകനാണ് മനസ്സിലാക്കിയത് ഈ ഭൂമിയെ വ്യാഴം ചില കണ്ടീഷനുകളിൽ തൻ്റെ അടുത്തേക്ക് വലിക്കുകയും സൂര്യനിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നുണ്ടെങ്കിലും മറ്റ് ചില കണ്ടീഷനുകളിൽ, അതായത് ഭൂമിക്കും വ്യാഴത്തിനും ഇടയിൽ സൂര്യൻ വരുന്ന കണ്ടീഷനുകളിൽ ഈ ഇംബാലൻസിനെ കൗണ്ടർ ചെയ്തതിന് ശേഷം സ്റ്റേബിളാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതായിരുന്നു വസ്തുത. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വലിയ വസ്തുക്കൾ പരസ്പരം ചുറ്റുന്ന സമയത്ത് 2 വസ്തുക്കൾ തമ്മിൽ ചുറ്റുമ്പോൾ നമ്മളതിനെ 2 ബോഡി പ്രോബ്ലം എന്ന് പറയും.
3 വസ്തുക്കൾ പരസ്പരം ചുറ്റുകയാണെങ്കിൽ 3 ബോഡി പ്രോബ്ലം എന്ന് പറയും. അങ്ങനെ n ബോഡി പ്രോബ്ലം എന്ന് പറയുന്നത് ഹയർ ഫിസിക്സ് പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 2 ബോഡി പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അതായത് 2 വലിയ വസ്തുക്കൾ പരസ്പരം കറങ്ങുമ്പോൾ അവയുടെ കറക്കത്തെ പല വേരിയബിളുകൾ, പല വ്യതിയാനങ്ങൾ, വസ്തുവിൻ്റെ വലിപ്പം, അത് ചുറ്റും കറങ്ങുന്ന അകലം, അതിൻ്റെ ഫോഴ്സ് എവിടെയാണ്, ബാരി സെൻറ്റർ എവിടെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനിഷ്യൽ കണ്ടീഷൻ മാറിയാലും കുഴപ്പമില്ല. പക്ഷേ 3 ബോഡി പ്രോബ്ലം വരുന്ന സമയത്ത്, 3 വലിയ വസ്തുക്കൾ പരസ്പരം കറങ്ങുന്ന സമയത്ത് ചിത്രത്തിൽ കാണുന്ന പോലെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് പാത ഉണ്ടാവുക. അതായത് 2 വലിയ വസ്തുക്കൾ, മൂന്നാമതൊരു വസ്തു വരുന്ന സമയത്ത് ഇവ 2 പേരുടെയും ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് കൊണ്ട് ഇവരുടെ 3 പേരുടെയും പാതയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിയാനമുണ്ടായി തോന്നുന്ന രീതിയിലായി വളരെ അൺപ്രഡിക്റ്റബിളായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഭൗതിക ശാസ്ത്രത്തിൽ ഇത്രയും നാളായിട്ടും നമ്മുടെ ശാസ്ത്രജ്ഞർക്കോ ഗവേഷകർക്കോ ഇതുവരെയും ഇത്തരത്തിൽ 3 വളരെ വലിപ്പമുള്ള വസ്തുക്കൾ പരസ്പരം കറങ്ങുമ്പോഴുണ്ടാകുന്ന പാതയെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊതു സമവാക്യം, ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് 3 ബോഡി പ്രോബ്ലത്തിന് ഒരു ജനറൽ ഇക്വേഷൻ ഇല്ല. ഗുരുത്വാകർഷണ ബലത്തിന് F=g(m1m2r²) എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ റിലേറ്റിവിറ്റിക്ക് ഐൻസ്റ്റീൻ കണ്ടെത്തിയ ഇക്വേഷൻ പോലെ നമുക്ക് 3 ബോഡി പ്രോബ്ലത്തിന് ജനറൽ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഇല്ല. എന്നാൽ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ടുള്ള ഇക്വേഷനുകൾ ഉണ്ടെന്നാണ്. ഒരു പ്രത്യേക കണ്ടീഷനിലൂടെ ചലിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാം. ജനറൽ ഇക്വേഷൻ ഇല്ലാത്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്, ആദ്യം ഇനീഷ്യൽ കണ്ടീഷനിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത മാറ്റങ്ങൾ ആ സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഇനിഷ്യൽ കണ്ടീഷൻ ചെറുതായിട്ട് മാറിക്കഴിഞ്ഞാൽ ഫൈനൽ കോൺസിക്വൻസ് അപ്രതീക്ഷിതമായിരിക്കും. ഇനി പലപ്പോഴും വലിയ 3 വസ്തുക്കൾ പരസ്പരം ചുറ്റുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള വളരെ മെസ്സി ആയിട്ടുള്ള, കെയോസ് ആയിട്ടുള്ള ചുറ്റലാണെങ്കിലും ഇതിൻ്റെ അന്തിമമായിട്ടുള്ള പരിണിത ഫലമായിട്ട് കണക്കാക്കുന്നത്, ഒന്ന്, ഈ 3 വസ്തുക്കളിൽ 2 വസ്തുക്കൾ പരസ്പരം കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇതിൽ ഒരു വസ്തുവിനെ, 3 വസ്തുവിൽ ഒരു വസ്തുവിനെ എക്സ്പെൽ ചെയ്ത് ഇവരുടെ ബലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കളഞ്ഞതിന് ശേഷം ബാക്കി 2 വസ്തുക്കൾ പരസ്പരം ബൈനറി സ്റ്റാറുകൾ പോലെ, അല്ലെങ്കിൽ ബൈനറി പ്ലാനറ്റുകൾ പോലെ പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യാം. പ്ലാനറ്റുകളും സ്റ്റാറുമാണ് സംഭവിക്കുന്നതെങ്കിൽ. ഇതാണ് 3 ബോഡി പ്രോബ്ലത്തിൻ്റെ മിക്കവാറുമുള്ള ഫേറ്റ്, അല്ലെങ്കിൽ വിധി എന്ന് പറയുന്നത്. എന്നാൽ ഇത് എപ്പോൾ സംഭവിക്കുമെന്നോ ഏതൊക്കെ പാതയിലൂടെ ആയിരിക്കും ഇവർ സഞ്ചരിക്കുന്നതെന്നോ ഗവേഷകർക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്റ്റാർ വാർസിൽ നമ്മൾ 2 സ്റ്റാറുകളുള്ള ഒരു സിസ്റ്റത്തെ ചുറ്റുന്ന ഗ്രഹത്തെ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ 2 സ്റ്റാറുകൾ എന്ന് പറയുന്നത് വളരെ വലുതും അവയുടെ ബലത്താൽ കറങ്ങുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് ചെറുതുമാണെങ്കിൽ നമുക്കതിനെ നല്ലൊരു 3 ബോഡി പ്രോബ്ലം ആയിട്ട് എടുക്കാൻ കഴിയില്ല. അതിന് റെസ്ട്രിക്റ്റഡ് 3 ബോഡി പ്രോബ്ലം എന്നാണ് പറയുക. കാരണം 2 നക്ഷത്രങ്ങൾ പരസ്പരം ഒരു ബൈനറി സ്റ്റാർ പോലെ ചുറ്റുകയും അതിൻ്റെ വളരെ അകലെ ഒരു ചെറിയ ഗ്രഹം കറങ്ങുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബൈനറി നക്ഷത്രങ്ങൾ രണ്ടും ചേരുന്ന സെൻറ്റർ ഓഫ് മാസിനെ ഈ ഗ്രഹം ചുറ്റുന്നു എന്നാണ് അർത്ഥം. അതായത് അവിടെ ഒരു സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന വസ്തുവിനെ മാത്രമേ പരിഗണിക്കൂ. 2 നക്ഷത്രങ്ങൾ പരസ്പരം ചുറ്റുന്നതിന് പകരം ഈ 2 സിസ്റ്റവും ചേർന്ന് ഒരൊറ്റ വസ്തുവായിട്ട് ദൂരെ നിൽക്കുന്ന പ്ലാനറ്റ് കണക്കാക്കും. അതുകൊണ്ട് വലിയ ബ്ലാക്ക് ഹോളിനെ ഒരു ഗ്രഹം ചുറ്റിയാലോ, വലിയൊരു ഗ്രഹത്തെ ഒന്നിലധികം നമ്മുടെ സ്പേസ് ഷിപ്പുകൾ ചുറ്റിയാലോ, നമ്മുടെ സ്പേസ് ഷിപ്പുകളും ഗ്രഹവും തമ്മിലൊന്നും 3 ബോഡി പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം വലിപ്പവും അതിൻ്റെ ഗുരുത്വാകർഷണ ബലവും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇനി നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന 3 ബോഡി പ്രോബ്ലം എന്ന് പറയുന്ന സീരീസിൻ്റെ ചെറിയൊരു കഥയാണ് ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. താഴെ കാണിച്ചിരിക്കുന്ന ടൈം പീരീഡ് വരെ അതിൻ്റെ സ്പോയിലർ ഉണ്ടായിരിക്കും. സ്പോയിലർ വേണ്ട എന്നുള്ളവർക്ക് ഇത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് കാണാം. കണ്ടവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ല, കഥ അറിയാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം. അതായത് ഭൂമിയുടെ വളരെയധികം അകലെ, ഏകദേശം ഒരു 4 പ്രകാശവർഷം അകലെയാണ് നമ്മുടെ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമുള്ളത്. എന്നാൽ നോവൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം 4 പ്രകാശവർഷം അകലെ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു ടോർച്ച് അടിച്ചാൽ 4 വർഷം കൊണ്ട് ആ ടോർച്ചിൻ്റെ പ്രകാശം എത്തിച്ചേരുന്ന അത്രയും ദൂരെയാണ് ഈ സിസ്റ്റം ഉള്ളത്, സ്റ്റാർ സിസ്റ്റം ഉള്ളത്, പ്രോക്സിമ സ്റ്റാർ സിസ്റ്റം ഉള്ളത്. അവിടെ 3 നക്ഷത്രങ്ങളുള്ള ഒരു സിസ്റ്റത്തെ ചുറ്റുന്ന ഗ്രഹമുണ്ട്. അതായത് 3 ബോഡി പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്ന വലിയൊരു സംവിധാനത്തെ ചുറ്റുന്ന ഒരു ഗ്രഹത്തിൽ ഏലിയൻസ് ഉണ്ട്, അന്യഗ്രഹ ജീവികൾ ജീവിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഈ 3 നക്ഷത്രങ്ങൾ പരസ്പരം ചുറ്റുന്ന പ്രശ്നത്തെ അവർക്ക് നന്നായി പഠിക്കാൻ കഴിയില്ല. 3 ബോഡി പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകുന്നു, അവിടുത്തെ ജീവജാലങ്ങൾ പരിണമിക്കുന്നു. അവർ നല്ല ടെക്നോളജി കണ്ടെത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവിടെ പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകാം. 3 നക്ഷത്രങ്ങൾ ഒരേ ലൈനിൽ വരുമ്പോൾ വളരെയധികം ചൂടുണ്ടായി ആ നക്ഷത്രം ചുട്ടുപഴുത്ത് എല്ലാ ജീവികളും ഇല്ലാതാകാം. ചില സാഹചര്യത്തിൽ വളരെയധികം തണുത്തുറഞ്ഞതിന് ശേഷം ആ ഗ്രഹത്തിലെ എല്ലാം ഇല്ലാതാകാം. ചില സമയങ്ങളിൽ ആ ഗ്രഹത്തിൻ്റെ ഫുൾ ഗ്രാവിറ്റേഷണൽ ബലത്തെയും ക്യാൻസൽ ചെയ്യുന്ന രീതിയിലേക്ക് 3 നക്ഷത്രങ്ങളും ബിഹേവ് ചെയ്യാം. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സിവിലൈസേഷൻ ഉണ്ടാകുന്നു. 3 ബോഡി പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല.
അപ്പോൾ ഭൂമി എന്ന് പറയുന്ന ഗ്രഹം വളരെ സ്റ്റേബിൾ ആണെന്ന് തിരിച്ചറിയാൻ പണ്ട് ചൈന ഇന്നർ മംഗോളിയയിൽ നടത്തിയ ഒരു ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് സാധിക്കുന്നു. അതായത് ചൈനീസ് ഗവേഷകർ 1960കളിലോ മറ്റോ അയക്കുന്ന ഒരു സിഗ്നൽ ആ ഗ്രഹത്തിലേക്ക് കിട്ടുകയും ആ ഗ്രഹത്തിൽ നിന്നും ഏലിയൻസ് 400 വർഷമെടുത്ത് ഭൂമിയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നതാണ് ഈ സീരീസിൻ്റെ ഇതിവൃത്തം. ഏകദേശം 8 എപ്പിസോഡോളം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ പ്രകാശവർഷത്തിൻ്റെ വിഷയം, പ്രോട്ടോണുകളെ ക്വാണ്ടം എൻറ്റാങ്കിൾ ചെയ്യുന്ന വിഷയം, ഭൂമിയിലെ എല്ലാ പരീക്ഷണ നിലയങ്ങളും, ലാർജ് ഹാർഡ്വൺ കൊളൈഡർ പോലെയുള്ള നിലയങ്ങളും പ്രവർത്തനരഹിതമാകുന്ന വിഷയം തുടങ്ങി ഏകദേശം വിശ്വസനീയമായിട്ടുള്ള ഒരുപാട് ഭൗതികശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ചേർത്ത് വെച്ച ഒരു ശാസ്ത്ര കുതികയായ വ്യക്തിക്ക് കാണാൻ താല്പര്യം ഉണ്ടാകുന്ന രീതിയിലാണ് ആ സീരീസ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. അതാണ് സീരീസിൻ്റെ ഇതിവൃത്തം. അതുമാത്രമല്ല, ഈ 3 ബോഡി പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് മനുഷ്യനെ കൊണ്ട് ചെക്ക് ചെയ്യുന്ന ചില സംഭവങ്ങളും, ഈ VR ഗ്ലാസ് മറ്റും ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യുന്ന സംഭവങ്ങളും അതിനകത്ത് കാണാൻ സാധിക്കും. ഒന്ന് കണ്ടു നോക്കുക. വളരെ ത്രില്ലടിപ്പിക്കുന്ന സീരീസാണ്. അപ്പോൾ 3 ബോഡി പ്രോബ്ലത്തിനകത്ത് വരുന്ന മറ്റൊരു കണ്ടീഷനാണ് ലെഗ്രാഞ്ചെ പോയിന്റ്. ഞാൻ പറഞ്ഞു 3 ബോഡി പ്രോബ്ലത്തിന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ജനറൽ സൊല്യൂഷൻ ഇല്ല, പക്ഷേ കണ്ടീഷൻ വൈസ് ഉള്ള സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലെ സീരീസിൽ വരുന്നത് ഒരു സൊല്യൂഷൻ ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സിസ്റ്റത്തെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ വേരിയബിൾസ് തിരിച്ചറിഞ്ഞതിന് ശേഷം പ്രിഡിക്റ്റ് ചെയ്യണം. എന്നാൽ ജനറൽ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ചില കണ്ടീഷനുകളിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്ട്രിക്റ്റഡ് 3 ബോഡി പ്രോബ്ലം. 2 വലിയ വസ്തുക്കൾ, അതിനെ മൂന്നാമത് അത്യധികം ദൂരെ ഇരുന്നു കൊണ്ട് ഒരു ഗ്രഹം ചുറ്റുകയാണെങ്കിൽ ആ ഗ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് 2 ബോഡി പ്രോബ്ലം ആണ്. വെളിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് 3 ബോഡി പ്രോബ്ലം ആയിട്ട് തോന്നും. കാര്യം ബൈനറി സ്റ്റാറിനെ ഒരൊറ്റ സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് പരിഗണിച്ചിട്ട് ആ ഗ്രഹത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ ഇതേ രീതിയിൽ തന്നെയാണ് ലെഗ്രാഞ്ചെ പോയിന്റുകൾ വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ആയാലും ആദിത്യ L1 എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യനെ പഠിക്കുന്ന ഗവേഷണ പേടകത്തിൻ്റെ കാര്യമായാലും അതെല്ലാം ചെന്ന് നിന്ന പോയിന്റ് ഉണ്ട്. ലെഗ്രാഞ്ചെ 1ലാണ് ആദ്യത്തെ നിന്നത്. ലെഗ്രാഞ്ചെ 2ലേക്കാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് പോയത്. നിങ്ങൾ നോക്കൂ, സൂര്യൻ, ഭൂമി, ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്, ഒരു 3 ബോഡി പ്രോബ്ലം അവിടെ ഉടലെടുത്തു. എന്നാൽ നമ്മൾ റെസ്ട്രിക്റ്റഡ് 3 ബോഡി പ്രോബ്ലത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സൂര്യനും ഭൂമിയും അത്യാവശ്യം വലുതാണ്. ആരെ സംബന്ധിച്ച്? ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിനെ സംബന്ധിച്ച്. സ്വാഭാവികമായിട്ടും ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൻ്റെ പാതയെ നമുക്ക് ഒരുവിധം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു 2 ബോഡി പ്രോബ്ലം എന്നുള്ള നിലയ്ക്ക് സൂര്യനും ഭൂമിയും പരസ്പരം കറങ്ങുമ്പോഴുണ്ടാകുന്ന ഗ്രാവിറ്റി വെല്ലുകളും ഗ്രാവിറ്റി ഹില്ലുകളും ഉണ്ട്. അതായത് ഗുരുത്വാകർഷണം കൂടിയ സ്ഥലങ്ങളും ഗുരുത്വാകർഷണം ക്യാൻസലായി പോകുന്ന സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. സൂര്യൻ വളരെ വലുത്, ഭൂമി കുറച്ചുകൂടെ ചെറുതാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഗ്രാവിറ്റി ക്യാൻസൽ ആകുന്ന ഒരു മിഡ് പോയിന്റ് ഉണ്ടാകും. ഈ മിഡ് പോയിന്റിൽ നമ്മൾ മൂന്നാമതൊരു വസ്തുവിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ വസ്തു എപ്പോഴും സൂര്യനെ നോക്കുന്ന രീതിയിൽ ഭൂമി കറങ്ങുമ്പോൾ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ളൊരു തേർഡ് ബോഡി ആയിട്ട് സ്ഥിരം നിൽക്കും. അവിടെയാണ് ആദിത്യ L1 നിൽക്കുന്നത്. നിലവിൽ നമ്മുടെ സൗരയൂഥം സ്റ്റേബിളായിട്ട് പോകുന്നതിനുള്ള കാരണം സൂര്യൻ 99% മാസ് വഹിക്കുന്നത് കൊണ്ടും പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളത് വ്യാഴമായതുകൊണ്ടും പിന്നെ വലിപ്പം കുറഞ്ഞ ശനി, അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ സൗരയൂഥം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏറെക്കുറെ സൂര്യന് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായിട്ട് നിലനിൽക്കാൻ കഴിയുകയും വളരെ പ്രശ്നങ്ങളില്ലാതെ ഗ്രഹങ്ങൾക്ക് ചുറ്റാനും കഴിയുന്നുണ്ട്. വർഷങ്ങളോളം ഇത് സാധ്യമാവുകയും ചെയ്യും. എന്നാൽ എന്തെങ്കിലും ഒരു നക്ഷത്രം പാത മാറി നമ്മുടെ സൗരയൂഥത്തിൻ്റെ അരികിലൂടെ കടന്നു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യാഴവും ആ നക്ഷത്രവും സൂര്യനും ചേർന്നൊരു 3 ബോഡി പ്രോബ്ലം ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, നിലവിൽ ഈ 2 വലിയ നക്ഷത്രങ്ങളിൽ ഏതിനെ ചുറ്റണമെന്ന് മൂന്നാമതായി വരുന്ന പല ഗ്രഹങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവുകയും ഗ്രാവിറ്റികൾ പരസ്പരം ആൾട്ടർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു കൃത്യമായ പാത പിന്തുടരാൻ കഴിയാതെ വരികയും ചെയ്യാം. ഇനി നാളെ ഒരു പക്ഷേ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസുകളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാറക്കഷ്ണങ്ങളും ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളും ഒക്കെ തന്നെ നമ്മൾ എൻകൗണ്ടർ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 3 ബോഡി പ്രോബ്ലത്തിൻ്റെ സ്വാധീനം അവിടുത്തെ സിസ്റ്റങ്ങളിലും ഉടലെടുക്കാം. അങ്ങനെ ഉടലെടുക്കുകയാണെങ്കിൽ അവിടുത്തെ 3 ബോഡി സിസ്റ്റത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. ലോകത്തുള്ള പല ഗവേഷകരും പലതരത്തിലുള്ള 3 ബോഡികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏകദേശം 6000-ഓളം 3 ബോഡികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലുള്ള 3 ബോഡി കൃത്യമായിട്ട് സ്റ്റേബിളായ ഓർബിറ്റാണ്. ഇതുപോലെ നിങ്ങൾ ഈ കാണുന്ന ഈ സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് സന്തുലിതമായി നിൽക്കുന്ന 3 ബോഡി സിസ്റ്റങ്ങളാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം ഒരേ ഇക്വേഷനോ ഒരേ പ്രഡിക്ഷനോ അല്ല നമുക്കുള്ളത്. കൃത്യമായിട്ടുള്ള ഇനിഷ്യൽ കണ്ടീഷൻസ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ 3 ബോഡി പ്രോബ്ലങ്ങൾ പ്രപഞ്ചത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് 3 ബോഡിയായിട്ട് നിൽക്കുന്ന പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്കുള്ള സ്ഥിരത എപ്പോഴും കുറവായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും നിങ്ങൾക്ക് ഭൗതികശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിക്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടിരുന്നതിന് നന്ദി. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ